ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ID സെലക്ടറിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് CSSലെ സെലക്ടേഴ്സിൽ വരുന്ന ക്ലാസ് സെലക്ടേഴ്സ് എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ക്ലാസ് സെലക്ടർ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഓക്കെ, ID സെലക്ടർ നമ്മൾ പറഞ്ഞു. ID സെലക്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഒരു വെബ് പേജിൽ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എന്നാൽ ക്ലാസ് സെലക്ടർ അങ്ങനെയല്ല. ഒരേ സമയം തന്നെ ഒന്നിലധികം ടാഗുകൾക്ക് അല്ലെങ്കിൽ ഒരേ ടാഗിന് തന്നെ ഒന്നിലധികം തവണ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെ ക്ലാസ് സെലക്ടർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനാണ് ഞാനിവിടെ ക്ലാസ് സെലക്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്ലാസ് സെലക്ടർ ചേർത്ത് കൊടുക്കാൻ ഇവിടെ വന്ന് ക്ലാസ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എന്താണോ ഇതിന് ക്ലാസ് നെയിമായിട്ട് നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം അടുത്ത ഇതേ രൂപത്തിൽ തന്നെ ഇതിന് താഴെ നമ്മൾ വേറൊരു ടാഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. H1 എന്ന ടാഗ് തന്നെയാണ്. ഇതിനും നമുക്ക് മുകളിൽ എന്താണോ ക്ലാസ് നെയിം കൊടുത്തത് അതന്നെ ഇതിനും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേ രൂപത്തിൽ തന്നെ ഇതിന് മൂന്നാമതൊരു ടാഗ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനും നമുക്ക് അതേ രൂപത്തിൽ തന്നെ ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്ലാസ് നെയിമിനെ എങ്ങനെ നമുക്ക് CSS ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇത് CSSലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്താണോ നമ്മുടെ ക്ലാസ്സിൻ്റെ ക്ലാസ്സിന് പേരെന്താണോ ചേർത്ത് കൊടുത്തത് അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് എന്തൊക്കെയാണോ CSS ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അതെല്ലാം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വന്ന് കളർ എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് കളർ റെഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഇതിന് ഫോണ്ടിന് ഏതാണോ സൈസ് വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഫോണ്ട് സൈസ് ഞാനിവിടെ വന്ന് 100 പിക്സൽ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വെബ് പേജ് നമ്മൾ റൺ ചെയ്യിപ്പിക്കുമ്പോൾ ഈ രൂപത്തിലാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നമ്മളിവിടെ സെപ്പറേറ്റ് ഓരോ ടാഗ് ആണെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും നമുക്ക് ഒരേ ക്ലാസ് നെയിമാണ് ചേർത്ത് കൊടുത്തത് കൊണ്ട് എല്ലാ ടാഗിനും നമുക്ക് ഒരേ സ്റ്റൈലായിരിക്കും വരിക. അതായത് ID ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു വെബ് പേജിൽ ഒരു ID ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എന്നാൽ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഒരേ ടാഗിനോ അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള ടാഗിനോ അല്ലെങ്കിൽ വ്യത്യസ്ത ടാഗിനോ ഒരേ ക്ലാസ് നെയിം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തതിന് എല്ലാത്തിനും നമുക്ക് ഓരോന്നിനും ഒരേ കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ഗ്രീൻ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ടാഗിൻ്റെ ഗ്രീൻ കളർ നമ്മൾ ഇതേപോലെ തന്നെ അതിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരേ ടാഗിന് തന്നെ നമുക്ക് ഒരേ ടാഗിന് വ്യത്യസ്തമായിട്ടുള്ള സൈസും എല്ലാ ടാഗിനും നമുക്ക് ഒരേ രൂപത്തിലുള്ള സൈസുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ക്ലാസ് നെയിം ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെ ഉപയോഗിക്കാനുള്ള പ്രത്യേകം കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ 3 H1 ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ CSSൽ ആദ്യം തന്നെ H1 എന്ന് ചേർത്ത് കൊടുത്ത് അതിന് നമ്മൾ എല്ലാത്തിനും ഒരേ CSS ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ രൂപത്തിലായിരിക്കും വരിക. എന്നാൽ ഇതിന് ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് കളറോ അല്ലെങ്കിൽ ഡിസൈനോ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും ടാഗിൻ്റെ പേര് നമ്മളിവിടെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 3ന് ഞാൻ ആദ്യത്തിന് Aയും രണ്ടാമത്തിന് Bയും മൂന്നാമത്തിന് Cയും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ആദ്യം തന്നെ Aക്ക് നമ്മൾ എന്താണോ സ്റ്റൈൽ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് Bക്ക് എന്താണോ CSS സ്റ്റൈൽ വേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. Cക്ക് എന്താണോ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ B എന്നും ഇവിടെ ഞാൻ C എന്നും ആക്കി മാറ്റുന്നുണ്ട്. ഇത് ഗ്രീൻ എന്നുള്ളത് ഞാൻ മാറ്റി റെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ വന്ന് വേറൊരു കളറിലേക്കായിട്ട് മാറ്റുന്നുണ്ട്, ഓറഞ്ച് കളറിലേക്കായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നോക്ക്, 3നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളാണ് വരുന്നത്. അപ്പോൾ ഒരേ ടാഗിന് തന്നെ നമുക്ക് വ്യത്യസ്ത സ്റ്റൈലുകൾ ചേർത്ത് കൊടുക്കാനും നമുക്ക് ക്ലാസ് സെലക്ടർ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് CSS ക്ലാസ് സെലക്ടർ ടു സ്പെസിഫിക് എലമെൻറ്റ്. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത ഓരോ പ്രത്യേകം എലമെൻറ്റിനായിട്ട് നമുക്ക് എങ്ങനെ CSS സ്റ്റൈൽ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഏതാണോ പ്രത്യേകം നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് അങ്ങനെ ആ സ്പെസിഫിക് എലമെൻറ്റിന് മാത്രമായിട്ട് എങ്ങനെ നമുക്ക് CSS ചേർത്ത് കൊടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും പറയാനില്ല. ഇതിന് നമ്മൾ B എന്ന ടാഗ് ചേർത്ത് കൊടുക്കുന്നു, അതായത് ബോൾഡ് എന്ന ടാഗും അതേപോലെ ഇതിന് നമ്മൾ ഇറ്റാലിക് എന്ന ടാഗും ചേർത്ത് കൊടുക്കുന്നു. അതേ രൂപത്തിൽ തന്നെ ഇതിന് അണ്ടർലൈൻ എന്ന ടാഗും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. അണ്ടർലൈൻ എന്ന ടാഗും നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കുന്നു.
ഓക്കെ, ഇനി ഇവിടെ വന്ന് നമ്മൾ നേരത്തെ അതേ ചെയ്ത രൂപത്തിൽ തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും ടാഗിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ B.A എന്ന് പറയുമ്പോൾ ബോൾഡിന് നമുക്ക് എന്താണോ സ്റ്റൈൽ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ I.B എന്ന് പറയുമ്പോൾ അതേപോലെ രണ്ടാമത് നമ്മൾ കൊടുത്ത ഇറ്റാലിക്കിന് നമുക്ക് എന്താണോ CSS വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ U.C എന്ന് പറയുമ്പോൾ അതിനും നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് CSS ആയി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, ഓരോന്നിനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ ക്ലാസ് നെയിം തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ 3നും നമ്മൾ ഒരേ A എന്ന ക്ലാസ് നെയിമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഓരോ ടാഗിനും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളും നമുക്ക് ഈ രൂപത്തിലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ 3നും നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളാണ് വന്നിട്ടുള്ളത്. ആദ്യം ബോൾഡ് എന്നും, രണ്ടാമത്തേതിന് ഇറ്റാലിക് എന്നും, മൂന്നാമത്തേതിന് അണ്ടർലൈനും. ഓരോന്നിനും ഡിഫറെൻറ്റ് സ്റ്റൈലാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് CSSൽ ക്ലാസ് ഉപയോഗിക്കാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് CSSലെ യൂണിവേഴ്സൽ സെലക്ടറിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയാം. ഇത് സാധാരണ നമ്മൾ CSSൽ ഉപയോഗിക്കാത്തൊരു മെത്തേഡാണ്. അതായത് ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ എത്ര ടാഗുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഒരേ CSS അല്ലെങ്കിൽ ഒരേ സ്റ്റൈലായിരിക്കും വരിക. സാധാരണ ഇത് നമ്മൾ വെബ് പേജിൽ അധികം ഉപയോഗിക്കാത്തൊരു മെത്തേഡാണ്. എന്നാലും നമുക്കിത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സൽ മെത്തേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഇവിടെ ഈ കൊടുത്ത ഈ ഉള്ളിലുള്ള ടാഗുകളൊക്കെ ഒഴിവാക്കി ഇതിന് നമ്മൾ കൊടുത്ത ക്ലാസ്സും ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇതിൻ്റെ ക്ലാസ്സും ഞാനിവിടുന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് CSS ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഒരു സ്റ്റാർ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്ത് നമ്മൾ റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വെബ് പേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെല്ലാത്തിനും ഒരേ CSS സ്റ്റൈലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റിലെ മുഴുവൻ ടാഗുകൾക്കും ഒരേ സ്റ്റൈൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂണിവേഴ്സൽ സെലക്ടർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിൽ എവിടെയൊക്കെ CSS കോഡ് ഉണ്ടോ അതിന് മുഴുവനായിട്ടും ഒരേ സ്റ്റൈൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് CSS യൂണിവേഴ്സൽ സെലക്ടർ ഉപയോഗിക്കുന്നത്. ചേർത്ത് കൊടുക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റാർ ഇടുക, അതിനുശേഷം ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എന്തൊക്കെ CSS കോഡുകളാണോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.